നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പായ്ക്കിൻ്റെ കളറെല്ലാം മാറി നല്ല കറുപ്പായിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ? അപ്പോൾ എല്ലാം ചേർത്തുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക്, മുടി വളർച്ചയ്ക്കും മുടി കറക്കാനും സഹായിക്കുന്ന എല്ലാ കൂട്ടും അതിനകത്തുണ്ട്. ഹലോ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്, നാച്ചുറലായിട്ട് നിങ്ങളുടെ മുടി, വെളുത്ത മുടി ഒന്ന് കറുപ്പിക്കണം എങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ സാധനങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് 1 മാസം തന്നെ നമ്മുടെ മുടിയുടെ തലമുടിയിൽ പിടിച്ചിരിക്കും. കാരണം പിന്നീട് നമ്മൾ എപ്പോഴും ഡൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് മാർക്കറ്റിൽ നിന്നും കെമിക്കൽ ഡൈ വാങ്ങിച്ച് യൂസ് ചെയ്ത് ഒരു മുടി കറുപ്പിക്കാനായിട്ട് കെമിക്കൽ ഡൈ വാങ്ങിച്ചിട്ടോ ആ ഭാഗത്തുള്ള മുടി മുഴുവൻ വെളുത്ത മുടി ആകുന്നതിന് എത്രയോ പേരെ നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുള്ള ഡൈയും ഹെയർ പാക്കുകളും ഒക്കെ ഉണ്ടാക്കി തേക്കുന്നത്. ഈ ഒരു ഹെയർ പാക്ക് മുടി കറക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ മുടി വളർച്ചയ്ക്കും താരനുള്ള പ്രശ്നങ്ങളും മുടി കൊഴിച്ചിലിനും മാറി നന്നായിട്ട് മുടി വളരാനും സഹായിക്കുന്ന അടിപൊളി ഒരു ഹെയർ പാക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഈ കെമിക്കൽ ഡൈ ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് എന്താണ്, അവരുടെ മുടി നരമുടി കൂടുക മാത്രമല്ല അലർജി പ്രശ്നങ്ങൾ കൂടിയിട്ട് ഒരു നാച്ചുറൽ ഡൈ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഒരുപാട് പേർക്ക് വരുന്നുണ്ട്. ആ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മളൊരു നരമുടിയൊക്കെ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ പാക്ക് യൂസ് ചെയ്ത് പോവുക. അപ്പോൾ എന്താണ്, നമ്മുടെ മുടി നര കുറയുകയും ചെയ്യും, നമ്മുടെ മുടി ക്രമേണ കറുത്ത് വരികയും ചെയ്യും. അങ്ങനെയുള്ളൊരു അതുപോലെ തന്നെ ഈ ഒരു ഹെയർ പാക്ക് പ്രായമായവർക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ. കുഞ്ഞിലെയൊക്കെ നര തുടങ്ങുന്ന പിള്ളേരില്ല, ഒരു 18 വയസ്സൊക്കെ ആകുമ്പോൾ നരയൊക്കെ തുടങ്ങുന്ന പിള്ളേർക്കെല്ലാം ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് പോകാം. കാരണം അവരുടെ നരമുടി കുറഞ്ഞ് കിട്ടും കേട്ടോ. ഹെയർ പാക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. എന്താണ്, വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഹെയർ പാക്ക്, മുടി കറക്കാനുള്ള ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കുക നോക്കിയാലോ? എന്നാൽ എല്ലാ മുത്തുമണികളും നോടി വന്നേ. 1 കപ്പ് വെള്ളം അടുപ്പിൽ വെക്കുക. അതിനകത്തേക്ക് നമ്മുടെ ഈ ഒരു തേയിലപ്പൊടിക്കകത്തെ സ്പൂണ് കാണത്തില്ലേ, അതിനകത്തൊന്ന് 1 2 3 4 സ്പൂണ്, ഈ ഒരു സ്പൂണിന് 4 സ്പൂണ് തേയിലപ്പൊടി എടുത്ത് നന്നായിട്ട് തിളപ്പിക്കും. നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ചിട്ടിട്ട് നല്ലപോലെ ഇതിൻ്റെ കളറെല്ലാം നല്ലതായിട്ട് ഇറങ്ങുമ്പം വരെ തിളപ്പിക്കും. നമ്മുടെ കട്ടൻ ചായ എല്ലാം നന്നായിട്ട് നല്ലപോലെ അതിൻ്റെ കളറെല്ലാം നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഒരു കളറ് നമുക്ക് ഒന്ന് ഇറക്കാം. നല്ലപോലെ തിളപ്പിക്കണം. ഒരു 5 മിനിറ്റ് തീ കുറച്ചിടുമ്പോൾ തന്നെ കളറെല്ലാം ഇറങ്ങും. എന്നാലും ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് നല്ലപോലെ കളറെല്ലാം ഒന്ന് വന്നോട്ടെ. അപ്പോൾ നമ്മൾ ഈ ഒരു ഹെന്ന ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ വെളുത്ത മുടി ഉള്ളവരുടെ മുടിയെല്ലാം ഡാർക്ക് ബ്രൗൺ ആകും കേട്ടോ. ഡാർക്ക് ബ്രൗൺ കറക്റ്റായിട്ട് ആകും, ചുമന്നിരിക്കത്തില്ല ഒരിക്കലും, ഡാർക്ക് ബ്രൗൺ ആകും. അങ്ങനെ വേണ്ടവർക്ക് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നരച്ച മുടി ഇല്ലാത്തവർക്ക് മുടി വളർച്ചയ്ക്കും മുടി നല്ല നരമുടി ഇല്ലാതിരിക്കാനായിട്ടും ഈ ഒരു ഹെന്ന മിക്സ് ഒത്തിരി നല്ലതാണ് കേട്ടോ. നല്ല കളറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തണുപ്പിച്ചെടുക്കാം. തണുപ്പിച്ചതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം. കട്ടൻ ചായ നമ്മൾ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഹെന്ന മിക്സ് ചെയ്യാം. അപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടി എടുക്കാൻ മറക്കല്ലേ. ഇരുമ്പിൻ്റെ കണ്ടൻറ്റ് എപ്പോഴും നമ്മുടെ മുടിയെ കറുപ്പ് നിറം കിട്ടാനായിട്ടും ഇരുമ്പിൻ്റെ സത്ത് ഒരുപാട് നല്ലതാണ്. നമ്മുടെ മുടി കറക്കാനായിട്ട്, ഓൾറെഡി മുടി കറക്കാനായിട്ട് ഒത്തിരി നല്ലതാണ് ഇരുമ്പിൻ്റെ സത്ത്. അപ്പം നരമുടിയൊക്കെ ഉള്ളവർക്ക് ഇത് ഇരുമ്പ് ചീനച്ചട്ടി തന്നെ എപ്പോഴും പ്രിപ്പയർ ചെയ്ത് എടുക്കുകയാണെങ്കിൽ അവർ മുടി നല്ല ഹെൽത്തി ആയിട്ടും നല്ല കറുപ്പോട് കൂടിയൊക്കെ ഇരിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യമുള്ള ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കാം. എല്ലാവരും ചോദിക്കും, ഞാൻ ഏത് ഹെന്ന പൗഡറാണ് എടുക്കുന്നത്? ഞാൻ VLCCയുടെ ഹെന്ന പൗഡറാണ് മിക്കവാറും യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാനിതൊരു 1/2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി 1/2 പാക്കറ്റ് ഉണ്ട്, അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ മുടിയിൽ താഴോട്ടൊന്നും ഇടാൻ തികയത്തില്ല. ഞാൻ കൂടുതലും ആ ഒരു ക്രൗൺ ഏരിയയിലാണ് കൂടുതലും ഈ ഒരു ഹെന്ന മിക്സ് ഇടുന്നത്. കാരണം നമ്മുടെ മുടിയുടെ നരമുടി തുടങ്ങുന്നത് നെറ്റി തൊട്ട് ആ ഒരു ഭാഗത്തൊക്കെ ആയിരിക്കും. അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ക്രൗൺ ഏരിയയിൽ, നരയൊന്നും ഇല്ലാത്തവർക്ക് ക്രൗൺ ഏരിയയിൽ ഇട്ട് കൊടുത്താൽ മതി. താഴോട്ട് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്, ഒരു പ്രശ്നവും ഇല്ല. മൊത്തത്തിൽ ഇടുവാണ് നല്ലത്. പക്ഷേ നമുക്ക് ഒറ്റയ്ക്ക് ഇതൊക്കെ, എനിക്ക് നീളമുള്ളത് കൊണ്ട് മുടിയിൽ ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ചുറ്റി വഴിഞ്ഞൊക്കെ കെട്ടണ പാടാണ്. അതുകൊണ്ട് കൂടുതലും ക്രൗൺ ഏരിയയിലാണ് ഞാൻ ഹെന്ന മിക്സ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മൊത്തത്തിൽ ചെയ്യാൻ പറ്റുന്നവർ ഓക്കെ. അപ്പോൾ കുറച്ചൊരു ഹെന്നയോടെ കൂട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ ഏകദേശം ഇത് അത്യാവശ്യം ഉണ്ട് കേട്ടോ, നല്ലതായിട്ടുണ്ട്. അപ്പോൾ ഒരു പകുതി ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ഒരു ബീട്രൂട്ടിൻ്റെ നീര് വെറുതെ കൈകൊണ്ട് ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. കൈകൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞിങ്ങനെ കൊടുക്കും.
ഈ സമയം കൊണ്ട് നമ്മുടെ ആ ഒരു കട്ടൻ ചായയൊക്കെ തണുത്തിരിക്കും. നമ്മൾ വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ട. ഇങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേനും കട്ടൻ ചായ തണുത്ത് വരും. ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നമ്മൾ മിക്സിയിലിട്ട് അരച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കിട്ടും കേട്ടോ. ഞാൻ മിക്കവാറും ഇങ്ങനെയാണ് ചെയ്യാറ്. നിങ്ങൾക്ക് നരമുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരെണ്ണമോ ഒരു പകുതിയോ ഒക്കെ എടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നീര് കിട്ടും കേട്ടോ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നല്ല കളറ്. അപ്പോൾ ഇനി അടുത്തായിട്ട് ചേർക്കേണ്ടത് വേറെ സാധനമാണ് കാണിക്കാം. അതിനകത്തേക്ക് നാരങ്ങ, ഒരു പകുതി നാരങ്ങയുടെ നീരാണ് പിഴിഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു നാരങ്ങ പിറ്റേ ദിവസമാണോ ചേർക്കുന്നത്, തലേ ദിവസമാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ എടുക്കുന്ന ആ സമയത്ത് ചേർക്കരുത്. തലേ ദിവസം തന്നെ ഹെന്ന മിക്സിൻ്റെ കൂട്ടത്തിൽ തന്നെ നാരങ്ങ നീര് ഇതുപോലെ ചേർത്ത് വെക്കണം. അപ്പോഴാണ് ഈ നാരങ്ങ നീര് മിക്സ് ചെയ്യുന്നതിൻ്റെ കാരണം തലയിലെ ഡാൻഡ്രഫ് പോകാനായിട്ടും ഈ ഒരു ഹെന്ന മിക്സിന് നല്ല കളറ് കിട്ടാനായിട്ടും അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു മിനുസമൊക്കെ കിട്ടാനായിട്ടും ഒക്കെയാണ് നമ്മൾ നാരങ്ങ നീര് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം ഒരിക്കലും ഡയറക്റ്റ് നാരങ്ങ നീര് ഉപയോഗിക്കുക, ഇതിനുള്ളിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കും. ഇപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ കളറും കിട്ടും, മുടിക്ക് നല്ലൊരു ഷൈനിങ്, ഒരു ഗ്ലോ കിട്ടും മുടിക്ക്. ഒരു തേയിലവെള്ളം നല്ല കടുപ്പത്തിൽ തിളപ്പിച്ചിറക്കി തണുപ്പിച്ചിട്ടുണ്ട്. അതിൽ വേറൊരു കാര്യവും ചെയ്യാം. ഈ ഒരു വേസ്റ്റ് നമ്മുടെ ചെടിയുടെ ചുവട്ടിലൊക്കെ കൊണ്ടിടുവാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാനും സഹായിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ വേണമെങ്കിലും ഇട്ടുവിടും. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. നല്ലപോലെ തഴച്ച് വളരും നമ്മുടെ ചെടികളൊക്കെ. അത് ഒരു ടിപ്സാണ്. ഇനി ഇതിനിടയ്ക്ക് ഈ ഒരു ടിപ്സ് പറയുമ്പോൾ ആരും എന്നെ കുറ്റം പറയാൻ വരരുത്. നല്ല കാര്യം പറയുമ്പോൾ എപ്പോഴും എല്ലാവർക്കും ഒരു കുറ്റം പറച്ചിലുള്ളതാണല്ലോ. അതുകൊണ്ട് വല്ലി ഞാനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എന്തായാലും നമുക്ക് ഈ ഒരു മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഈ ഒരു നമ്മുടെ കട്ടൻ ചായയുടെ വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇത് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുക. കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക, എന്നിട്ടൊന്ന് ഇളക്കി നോക്കുക, എന്നിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. അല്ലാതെ ആദ്യമേ എല്ലാം കൂടെ കോരി ഒഴിച്ചിട്ട് പിന്നെ വെള്ളം കൂടി പോകരുത്. ഹെന്ന മിക്സ് ചെയ്യുമ്പം ഒരു രീതിയുണ്ട്. അപ്പോൾ അതുപോലെ മിക്സ് ചെയ്യാവുള്ളൂ. ഹെന്ന ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രേ ബാക്കി വന്നുള്ളൂ കണ്ടോ, ഇതേ ബാക്കി വന്നുള്ളൂ. അപ്പോൾ ഇതും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ചിലപ്പോൾ ലൂസായി പോകും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഹെന്ന തലേന്ന് മിക്സ് ചെയ്ത് വെക്കാവുള്ളൂ. ഇത് ഇങ്ങനെ വീഴുമ്പം ഇങ്ങനെ കട്ടയായിരിക്കണം, ആ രീതിയിലേ മിക്സ് ചെയ്ത് വെക്കാവുള്ളൂ. ഞാൻ കാണിക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്, ഇപ്പോൾ കുറച്ചും കൂടെ മിക്സ് ആവാറുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി അടച്ച് വെക്കുക. സ്പൂണൊക്കെ മാറ്റിയിട്ട് സ്പൂൺ മാറ്റുക, എന്നിട്ട് അടച്ച് വെക്കുക. നന്നായിട്ട് ഹെന്ന മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെക്കാം. കവർ ചെയ്തിട്ട് ഒരു പാത്രം വെച്ച് മൂടി വെച്ചിട്ട് ഇതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഒന്ന് നമ്മൾ കട്ടിയുള്ള സാധനം എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇന്നലെ തയ്യാറാക്കി വെച്ച ഹെന്ന മിക്സ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 സാധനം കൂടെ ചേർത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഇപ്പോൾ ഒരു തണുപ്പൊക്കെയാണ്, ഡിസംബറിൽ തണുപ്പൊക്കെയാണല്ലോ. അപ്പം നമ്മുടെ നീരിറക്കം ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട്, ജലദോഷമൊന്നും വരാതിരിക്കാനായിട്ടും നമുക്ക് പനിക്കൂർക്കയിലയും അതുപോലെ തന്നെ തുളസി ഇലയും കൂടെ ഒരു ശകലം, ഒരു കൈപ്പിടി മതി, 2ഉം കൂടെ. ഇതൊന്ന് നന്നായിട്ട് ഇടിച്ചിട്ട് ചതച്ചെടുത്തിട്ട് അതിൻ്റെ നീരും കൂടി ഇതിനകത്ത് ചേർക്കാം. ഓക്കെ, അതിൻ്റെ നീരും കൂടെ ഇതിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു എഗ്ഗ് ചേർക്കണം. അപ്പോൾ ചിലവർ എന്നോട് ചോദിക്കാറുണ്ട് എഗ് വൈറ്റ് ചേർത്താൽ മതിയില്ലേന്ന്. കാരണം നമ്മുടെ മുടി എപ്പോഴും നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ടിരിക്കണമെങ്കിൽ മഞ്ഞയും വെള്ളയും കൂടെ ചേർക്കണം. എന്നാലാണ്, വെള്ള തന്നെ ചേർത്താൽ ഡ്രൈനെസ് പോകത്തില്ല. നമ്മുടെ മുട്ടയുടെ മഞ്ഞയും കൂടെ ചേർത്താലേ ഡ്രൈനെസ് മാറത്തില്ല. അപ്പം ഞാനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പായ്ക്കിൻ്റെ കളറെല്ലാം മാറി നല്ല കറുപ്പായിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, നല്ല കറുപ്പ് നിറം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഒരു ഹെന്ന മിക്സിന്. ഹെന്ന മിക്സ് മാത്രമല്ല, നെല്ലിക്ക, അതുപോലെ തന്നെ ഉലുവ, മൈലാഞ്ചി നെല്ലിക്ക, ഉലുവ, അതുപോലെ തന്നെ നമ്മുടെ ഭൃംഗരാജ, അങ്ങനെ കുറേ സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഹെന്ന പൗഡറാണ്. അപ്പോൾ എല്ലാം ചേർത്തുകൊണ്ട് തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്കും മുടി കറക്കാനും സഹായിക്കുന്ന എല്ലാ കൂട്ടും അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ഹെന്ന മിക്സ് നല്ല യൂസ്ഫുള്ളാണ് നമ്മുടെ തലയിൽ തേക്കുമ്പം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മുടിയിലോട്ട് തേക്കാൻ പോവാണ്. അപ്പം നല്ല പോലെ ഇതിൻ്റെ തുള്ളി എണ്ണമയമില്ല എൻ്റെ മുടിയിൽ. അപ്പം നല്ല ഡ്രൈ ഹെയറിലായിരിക്കണം നമ്മൾ തേക്കേണ്ടത്. അതുപോലെ നമ്മുടെ മുടിക്ക് വെളുത്ത മുടി വരുന്ന ഈ ഒരു ക്രൗൺ ഏരിയയിൽ നെറ്റി ഭാഗത്തും ഒക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നരമുടി വരാതെ ഇരിക്കുകയും നല്ലൊരു ഹെൽത്തി പായ്ക്കും നല്ലൊരു ഹെന്ന പായ്ക്കില്ല. അപ്പം നമ്മുടെ നരമുടി വരാതെ ഇരിക്കും നമ്മളിത് തേച്ചാൽ. അപ്പോൾ അതാണ് മെയിൻ ഒരു കാര്യം. അപ്പം എൻ്റെ മുടിയിൽ ഇങ്ങനെ നരയൊന്നുമില്ല കേട്ടോ, ഒരു നര പോലും ഇല്ല. പായ്ക്ക് ഞാൻ ഇടാൻ പോവാം കേട്ടോ. അപ്പം ഞാനിങ്ങനെ കൈകൊണ്ട് തേച്ച് അങ്ങ് പോവാണേ. അപ്പോൾ ഇങ്ങനെ തേച്ച് അങ്ങ് പോവാം കേട്ടോ. ഞാൻ അങ്ങനെ ആയിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൗസൊക്കെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടാം. ഞാൻ അങ്ങനെ അങ്ങ് ശീലമായി പോയി.
ഇവിടെ നല്ല കറുത്ത ഹെന്ന മിക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ ഇടുമ്പോൾ എന്താണ്, നമുക്ക് മുടിക്ക് നല്ല കളറ് കിട്ടും. അതായത് നമ്മുടെ മുടി ഒറ്റയടിയിലൊന്നും കറുപ്പാകത്തില്ല. ക്രമേണ ഇതിട്ടിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മുടി തീർച്ചയായിട്ടും ഒരു നല്ല കറുപ്പ് നിറത്തിലോട്ട് വരും. അതായത് ഗ്രേ ഹെയർ കുറഞ്ഞു വരും കേട്ടോ. ഈ ഒരു പായ്ക്ക് അവിടെയുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ തേച്ച് പോവുക കേട്ടോ. അതെ, അല്ലെങ്കിൽ ചുമന്നിരിക്കത്തില്ല കേട്ടോ, ഒരിക്കലും ചുമന്നിരിക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ മുടിയിൽ എനിക്ക് കാണിക്കാൻ പറ്റില്ല, നിങ്ങളിടുമ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കവർ ഇട്ട് വെക്കാം. ഈ കവർ നമുക്ക് ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു ഷവർ ക്യാപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. കുറേ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഇങ്ങനെ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ ലാഭമാണ്. പിന്നെ ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ വാങ്ങിച്ചു വെച്ചിരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹെന്ന പൗഡറിൻ്റെ ഇതും വികസിച്ചിട്ട് ഹെന്ന പൗഡറിൻ്റെയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഷവർ ക്യാപ്പിൻ്റെ ഇത് ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്തേക്കാം. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിപ്പോൾ ഒരു ഇതുണ്ടോ കൈപ്പറ്റിയിട്ട് ഇടുന്നുണ്ട്. ക്രമേണ ഇടുന്നതോറും നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടും. ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ ഇടുമ്പം ഡാർക്ക് ബ്രൗൺ ഷെയ്ഡായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് അതായത് പിന്നെ രണ്ടാമത്തെ തവണ ഇടുമ്പോൾ കുറച്ചും കൂടെ ആ ഒരു കറുപ്പിലോട്ട് എത്തും ഇട്ട് കഴിയുമ്പോൾ. അങ്ങനെ നമ്മൾ തുടർച്ചയായി ഇടുമ്പോൾ മുടിക്ക് നല്ല സ്വാഭാവിക ഒരു കറുപ്പ് നമുക്ക് കിട്ടും കേട്ടോ. അത് അങ്ങനെ ചെയ്യണം, അപ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. അലർജി ചുമയുണ്ട്, അതുകൊണ്ട് ഞാൻ 1 മണിക്കൂർ തലയിൽ വെക്കുന്നുള്ളൂ. പിന്നെ നരച്ചമുടി ഇല്ലല്ലോ, അതുകൊണ്ട് 1 മണിക്കൂർ തലയിൽ വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നരച്ചമുടിയുള്ള ആൾക്കാർ ചുമയും കാര്യങ്ങളും ഒന്നും ദോഷമൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിനകത്ത് എന്താ പറയുക പനിക്കൂർക്കയുടെ ഇലയും തുളസിയിലയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും വരത്തില്ല. എങ്കിൽ പോലും ഞാൻ 1 മണിക്കൂറേ ഇരിക്കത്തുള്ളൂ. 1 മണിക്കൂറുമായി നമ്മുടെ തലയിൽ ഇത് പിടിക്കാനായിട്ട്. നരച്ച മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ 2 മണിക്കൂർ ഇരിക്കുന്നത്. അപ്പോൾ എന്നാലേ നല്ല രീതിയിൽ കളർ നന്നായിട്ട് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരു ഹെയർ പാക്ക് കണ്ടല്ലോ, അത് നമ്മുടെ മുടി കറക്കാനായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഒരു ഹെന്ന മിക്സ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നല്ലൊരു ഹെന്ന മിക്സ് ആണ്. ഞാൻ ഇതാണ് എല്ലാ മാസവും ഉപയോഗിച്ച് പോകുന്നത്. അപ്പം മുടി നരയ്ക്കാതിരിക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നു. നമ്മുടെ മുടി കറക്കാനായിട്ടും ഒത്തിരി സഹായിക്കുന്നു. അപ്പോൾ ആദ്യം ഇടുമ്പം നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് കിട്ടുന്നത്. ക്രമേണ നമ്മൾ ഇത് ഇട്ടിട്ട് പോകുമ്പോൾ ഒരു മാസത്തിന് 15 ദിവസം കൂടുമ്പോൾ ഇട്ട് പോകാം, അല്ലെങ്കിൽ 1 മാസം കൂടുമ്പോൾ ഇട്ട് പോകാം. അപ്പോൾ ഇത് ഇടുമ്പോൾ തോറും നമ്മുടെ മുടിക്ക് ആ ഒരു വെളുത്ത മുടി ക്രമേണ ആ കറുത്ത മുടിയിലോട്ട് എത്തുന്നത് കാണാൻ സാധിക്കും. മുടി നര കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് ഡൈയും ഹെയർ പാക്കുകളും ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് നമ്മൾ തലയിൽ തേച്ചിട്ട് അലർജിയും കാര്യങ്ങളും ചുമയും ഒന്നും ഇല്ലാത്തവർ 2 മണിക്കൂറെങ്കിലും ഇരിക്കും. അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് ഉദ്ദേശിക്കാത്ത റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ചെറുതായിട്ട് ഒരു നോർമൽ ഷാമ്പൂ ചെയ്തിട്ട് കളയാം. നോർമലായിട്ട് അതായത് കുറച്ച് ഷാമ്പൂ എടുത്ത് വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് മുടി കഴുകി കളയാം. ഇല്ലെന്നുണ്ടെങ്കിൽ താളി ഉപയോഗിച്ച് കഴിയുന്നത് അങ്ങനെയും കഴുകി കളയാം. കാരണം ഈ മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് ഫുള്ള് ഒരു മുട്ടയാണ് നമ്മൾ മിക്സ് ചെയ്ത്. അപ്പോൾ മുട്ട ഈ ഫുള്ളായിട്ട് ചേർത്തുകൊണ്ട് മുടി ഒരിക്കലും ഡ്രൈനെസ് ആവത്തില്ല, സോഫ്റ്റ് ആയിട്ട് തന്നെ കിടക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തലമുടിയിൽ കുറച്ച് എണ്ണ കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കറുപ്പോടുകൂടി തന്നെ നമ്മുടെ മുടി ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നല്ലൊരു ഹെയർ പാക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. മറ്റുള്ളവർക്ക് നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ടാറ്റ ബൈ ബൈ.